ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ കഥ പറയാം. എൻ്റെ വൈഫ് സ്കൂട്ടറൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വർക്കിന് പോകാൻ വേണ്ടി എന്നോട് ഒരു 2 വീലർ വാങ്ങിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 1 lakh ആയിരുന്നു. അപ്പോൾ ആ ഒരു 1 lakhന് ഞാൻ ഏത് വണ്ടി വാങ്ങിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഓരോ ഷോറൂമുകളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 1 lakhന് ഏകദേശം ഒരു ആക്റ്റീവയൊക്കെ മേടിക്കാമല്ലോ, 1 lakhന് ഒരു 125cc എന്ന് വിചാരിച്ച് ഉറപ്പിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നോക്കിയപ്പോൾ 1 lakhന് TVSൻ്റെ അപ്പാച്ചെ RTR 160 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1 lakh നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് 125cc സ്കൂട്ടർ മേടിക്കേണ്ട കാര്യമുണ്ടോ? കാരണം 160cc ബൈക്ക് കിട്ടുമ്പോൾ ആരെങ്കിലും സ്കൂട്ടർ പോയി വാങ്ങിക്കുമോ? സോ ഞാൻ രണ്ടും കൽപ്പിച്ച് ആ ബൈക്ക് അങ്ങ് ബുക്ക് ചെയ്തു. എന്നിട്ട് അങ്ങനെ വൈഫിന് ആ ഒരു ബൈക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തു. കാരണം അവൾ 2 വീലർ വേണമെന്ന് ചോദിച്ചായിരുന്നു, 2 വീലർ കൊടുത്തു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വൈഫ് ആ ഒരു ബൈക്ക് കാണുമ്പോൾ എന്തായിരിക്കും ആളുടെ റിയാക്ഷൻ? ഞാൻ ഈ പറഞ്ഞത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ ഈ സെയിം രീതിക്കാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ചില ആൾക്കാരുടെ കമൻറ്റുകൾ. ഇവരുടെ കമൻറ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ലാപ്ടോപ്പുകൾ വാങ്ങുന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾ വാങ്ങുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം എന്നുള്ള രീതിക്കാണ്. സോ ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, ഒരു 85,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പൈസയ്ക്ക് ഒരു ലാപ്ടോപ്പ്, ഒരു കാഷ്വൽ ബിസിനസ് ലാപ്ടോപ്പ്, അങ്ങനത്തെ ലാപ്ടോപ്പ് വാങ്ങിക്കണോ, അതോ സ്പെക്ക് കൂടിയിരിക്കുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കണോ, അല്ല ഒരു PC ബിൽഡ് ചെയ്യണോ, അല്ല കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത പോലത്തെ ഓൾ ഇൻ വൺ PCകളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? ഏതായിരിക്കും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത്? ഈ ഒരു വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ അസംബിൾ ചെയ്യുന്ന PCs ഉണ്ടല്ലോ, അത് ഞാൻ മാറ്റി വയ്ക്കാം. കാരണം അസംബിൾ ചെയ്യുന്ന PCസിൻ്റെ ബഡ്ജറ്റ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ഇപ്പോൾ 85,000 രൂപയ്ക്ക് ഒരു PC അസംബിൾ ചെയ്യുവാണെങ്കിൽ അതിൽ ചിലപ്പോൾ 50,000 രൂപയും അവരുടെ ക്യാബിനറ്റിനായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചിലപ്പോൾ ക്യാബിനറ്റിനായിരിക്കില്ല, ഗ്രാഫിക്സ് കാർഡിനായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. സോ അവിടെ ഭയങ്കര വേരിയബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരത്തിലുള്ള തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പുകൾ, അതായത് നമ്മൾ സ്റ്റുഡൻസ് ആണ്, ഓഫീസാണ്, ബിസിനസ് യൂസ്, കാഷ്വൽ യൂസ്, അത്തരത്തിലുള്ള ലാപ്ടോപ്പുകൾ. പിന്നെ നമുക്ക് ആ ഒരു പ്രൈസിൽ വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ. പിന്നെ നമ്മൾക്ക് ഓൾ ഇൻ വൺ PCs. സോ ഈ പ്രൈസിൽ നമുക്ക് 3 എണ്ണത്തിലും കിട്ടാവുന്ന ഒരു പ്രോസസ്സറാണ് ഇന്റലിൻ്റെ i7-13620H എന്ന് പറഞ്ഞ പ്രോസസ്സർ. പക്ഷേ ഈ ഒരു പ്രൈസിന് ഈ പറഞ്ഞ പ്രോസസ്സർ നിങ്ങൾക്ക് ഒരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിലാണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഇന്റൽ ഇൻറ്റഗ്രേറ്റഡ് UHD എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ആയിരിക്കും വരുന്നത്. ഇത് തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് NVIDIAയുടെ ഗ്രാഫിക്സ് കാർഡ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് കിട്ടും. ഇതേ സാധനം തന്നെ ഒരു ഓൾ ഇൻ വൺ PCയിലാണ് വരുന്നതെങ്കിൽ അതിനകത്തും ചിലപ്പോൾ ഇന്റൽ ഇൻറ്റഗ്രേറ്റഡ് UHD ഗ്രാഫിക്സ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും മൂല്യം തരുന്ന ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഗെയിമിംഗ് ലാപ്ടോപ്പാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. ബേസിക്കലി പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഇന്റലിൻ്റെ ഈ പറഞ്ഞ പോലെ 13th ജനറേഷൻ 620H എന്ന് പറഞ്ഞ പ്രോസസ്സർ, ഈ പ്രോസസ്സർ ലാപ്ടോപ്പുകൾക്കും ഓൾ ഇൻ വൺ PCകൾക്കും ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്കും എല്ലാത്തിനും പ്രോസസ്സർ സെയിം ആയിരിക്കുമെങ്കിലും നിങ്ങളൊരു CPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള മൾട്ടി ത്രെഡ് പ്രോസസ്സർ റൺ ചെയ്യാനായിട്ട് നോക്കുവാണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കോഡിങ് ചെയ്യുവാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രോം ടാബുകളൊക്കെ ഓപ്പൺ ചെയ്യുവാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള CPU ഇൻറ്റൻസീവ് ടാസ്ക് ചെയ്യുവാണെങ്കിൽ ഈ പ്രോസസ്സർ 3.8 to 4.2 GHz വരെ എവിടെ ഓൾ ഇൻ വൺ PCകളിൽ പോകും. എന്നാൽ ലാപ്ടോപ്പുകളിൽ ഈ സെയിം പ്രോസസ്സർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും ത്രോട്ടിലാവും 3.2 GHz വരും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സർ സെയിം ആണെങ്കിലും ഒരു ഓൾ ഇൻ വൺ PCയിലും ഒരു ഗെയിമിംഗ് PCയിലും ഒരു ലാപ്ടോപ്പിനകത്തും കൊടുത്തിരിക്കുന്ന ഹീറ്റ് സിങ്കിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അതായത് എത്ര പെട്ടെന്ന് ചൂടിനെ എടുത്ത് കളയാൻ പറ്റും എന്നുള്ളത് ലാപ്ടോപ്പുകൾക്ക് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ സസ്റ്റെയിൻഡ് ആയിട്ട് കുറേ നേരത്തേക്ക് ഒരേ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ലാപ്ടോപ്പുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ലാപ്ടോപ്പുകൾ അധികം ചൂടാവാതിരിക്കാനായിട്ട് ഈ പ്രോസസ്സറുകളുടെ മാക്സിമം പവറും ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ 65 വാട്ടിലാണ് നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ള ഒരു പ്രോസസ്സർ റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാൻ ഫുൾ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്, നല്ല ശബ്ദം വരുന്നുണ്ടാവും. അതേ സമയത്ത് ഒരു ഓൾ ഇൻ വൺ PCയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ 80 വാട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതും അത്രത്തോളം ഫാനിൻ്റെ നോയ്സ് ഒന്നും ഇല്ലാതെ, ബിക്കോസ് അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ ബേസിക്കലി രണ്ടും സെയിം പ്രോസസ്സർ ആണെങ്കിലും പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് CPUയിൽ വരുന്നത് ഒരു ഓൾ ഇൻ വൺ PCയിലായിരിക്കും, ബിക്കോസ് ഓഫ് ദി ബിഗർ ഏരിയ. ഇനി ഓൾ ഇൻ വൺ PC നമ്മൾ മാറ്റി വെച്ചു. ഇതേ i7 ഉള്ളൊരു നോർമൽ ലാപ്ടോപ്പ് എടുത്തൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ലേ വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ ആരെങ്കിലും IT-യിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ലാപ്ടോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരുടെ ലാപ്ടോപ്പുകളിലും ഈ പറഞ്ഞ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാവില്ല. കാരണം ഇവർ ഈ ചെയ്യുന്ന കോഡിങ്ങും ഡേ ടു ഡേ ടാസ്കും പവർ പോയിന്റ് പ്രസൻറ്റേഷനും മീറ്റിംഗ്സും ഇതെല്ലാം
CPU ഇൻറ്റൻസീവ് ടാസ്കുകളാണ്. അവിടെ GPUവിൻ്റെ യൂസ് അത്രയ്ക്ക് വരുന്നില്ല. ആൻഡ് അവർക്ക് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, പോർട്ടബിൾ ആയിരിക്കണം, നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റണം. പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം എന്ന് പറയാൻ ലാപ്ടോപ്പും കൊണ്ട് ഓഫീസിൽ പോകണം. ഇനി വീട്ടിൽ ഫുൾ ഡേ പവർ കട്ട് ആണെങ്കിൽ പോലും അവർക്കന്ന് വർക്ക് ചെയ്യേണ്ടി വരും. സോ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് വേണം. എന്നാൽ പല സ്ഥലങ്ങളിലും ഇത് കൊണ്ട് നടക്കാനായിട്ടുള്ള ഒരു ആവശ്യവും കൂടി ഉള്ളതുകൊണ്ട് അവർ പോയിട്ട് ആ പൈസയ്ക്ക് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഗ്രാഫിക്സ് കാർഡിൻ്റെ ഉപയോഗം വരുന്നില്ല. ആൻഡ് സെക്കൻഡ്ലി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 2 മുതൽ 3 മണിക്കൂർ വരെയും കഷ്ടി നിങ്ങൾക്ക് കിട്ടും. വളരെ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് സൗണ്ടൊക്കെ കുറച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ. ആൻഡ് ഓൾസോ പോർട്ടബിലിറ്റി, ഈ ഗെയിമിംഗ് ലാപ്ടോപ്പുകളുടെ ഒക്കെ വെയിറ്റ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫീസ് യൂസ് ആണ്, അല്ലെങ്കിൽ വീട്ടിലുള്ളൊരു പേഴ്സണൽ യൂസ് ആണ്, സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് പോയിട്ടൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ് മണ്ടത്തരം. ഇനി പോർട്ടബിലിറ്റി നമ്മൾ അവിടെ മാറ്റി വെച്ചു. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പും ഉണ്ട്, ഒരു ഓൾ ഇൻ വൺ PC ഉണ്ട്. ഈ 2 സാധനങ്ങളും ശരിയാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കുറവാണ്, ആ ഒരു ഗ്രാഫിക്സ് യൂസ് ചെയ്യണമെങ്കിൽ പവറിൽ കുത്തിയാണ് ഉപയോഗിക്കേണ്ടത്. ഓൾ ഇൻ വൺ PCസിൽ നിങ്ങൾക്കൊരു പവർ ബാക്കപ്പ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഫുൾ ടൈം കറണ്ടിൽ കുത്തിയാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് രണ്ടും നോക്കുവാണെങ്കിൽ ഈ 85,000 രൂപ കൊടുത്തൊരു ഓൾ ഇൻ വൺ PC മേടിക്കുന്നതിലും ഭേദം ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിയിട്ട് അതിൻ്റെ ഒപ്പം ഒരു എക്സ്റ്റേണൽ മോണിറ്ററും കൂടെ മേടിച്ചിട്ട് കീബോർഡും മൗസും മേടിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ ലാഭകരം എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ. ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു CPUവിൻ്റെ ത്രോട്ട്ലിങ്ങിൻ്റെ ഇഷ്യൂ. സെക്കൻഡ്ലി ഓൾ ഇൻ വൺ PCകളിൽ എപ്പോഴും അതിൻ്റെ മോണിറ്റർ വളരെ വലുതായിരിക്കും, അതിൻ്റെ കളർ ആക്യുറസി കൂടുതലായിരിക്കും, ആൻഡ് ഫീൽഡ് ഓഫ് വ്യൂവും കൂടുതലായിരിക്കും, റിഫ്രഷ് റേറ്റും എല്ലാം കൂടുതലായിരിക്കും. ഇനി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇതേ ഗ്രേഡിലുള്ള ഒരു എക്സ്റ്റേണൽ മോണിറ്റർ നിങ്ങൾ വാങ്ങിക്കണം. മിനിമം 10-15 രൂപ എങ്കിലും സ്പെൻഡ് ചെയ്യണം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മോണിറ്റർ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ. ആൻഡ് ഈ മോണിറ്റർ നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തുനിന്ന് മാക്സിമം എത്രയാണോ ഡിസ്പ്ലേ ഔട്ട്പുട്ട് തരാൻ പറ്റുന്നത് അതിൽ കൂടുതൽ ആ ഒരു ഡിസ്പ്ലേ എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിലും ഡിസ്പ്ലേയിൽ കാണില്ല. ഇനി രണ്ടാമത്, ഇങ്ങനെ നിങ്ങൾ എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേക്കും പവർ കൊടുക്കണം, ലാപ്ടോപ്പിനും പവർ കൊടുക്കണം. ആൻഡ് ഈ ഡിസ്പ്ലേനെ പവർ ചെയ്യാൻ വേണ്ടി ഗ്രാഫിക്സ് കാർഡ് ഓവറായിട്ട് വർക്ക് ചെയ്യും, നിങ്ങളുടെ CPUവും ഓവറായിട്ട് വർക്ക് ചെയ്യും, കൂടുതൽ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫാൻ കിടന്ന് കറങ്ങുകയും ത്രോട്ട്ലിംഗ് സംഭവിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഓൾ ഇൻ വൺ PCകളിലൊക്കെ നല്ല സ്പീക്കേഴ്സ് ആയിരിക്കും കൂടെ വരുന്നത്, നല്ല വെബ് ക്യാമുകളായിരിക്കും വരുന്നത്. ഈ പറയുന്ന ലാപ്ടോപ്പിനകത്ത് വെബ് ക്യാം ഉണ്ടാവും, പക്ഷേ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാം നമ്മൾ മോണിറ്റർ യൂസ് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു വെബ് ക്യാം യൂസ് വരുന്നില്ല, നിങ്ങൾ വേറെ വെബ് ക്യാം മേടിക്കണം. ഈ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ, ലാപ്ടോപ്പ് നിങ്ങൾ ഇതേപോലെ മോണിറ്ററിലാണ് കുത്തി ഉപയോഗിക്കുന്നതെങ്കിൽ ലാപ്ടോപ്പ് സ്പീക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മോശമായിരിക്കും. എക്സ്റ്റേണലായിട്ട് നിങ്ങൾ വേറെ സ്പീക്കർ കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ എക്സ്ട്രാ ചിലവാണ്. അതിൻ്റെ മുകളിൽ നിങ്ങൾ ഈ പോർട്ടുകളൊക്കെ ഓൾറെഡി പെരിഫറൽസിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു എക്സ്റ്റേണൽ SSD കുത്തണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഡോങ്കിൾ എക്സ്ട്രാ ആയിട്ട് മേടിക്കേണ്ടി വരും. എഗെയിൻ നിങ്ങൾക്ക് അവിടെ ചിലവ് കൂടുന്നുണ്ട്. ഇനി ഓൾസോ ഈ ലാപ്ടോപ്പുകളിലൊക്കെ നമുക്ക് RAM അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിധിയുണ്ട്. ഒരു ഓൾ ഇൻ വൺ PCയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു 1 TB ഉണ്ടാവും, അതിൻ്റെ ഇപ്പോൾ ഒരു 1 TB SSD ഇടാനുള്ള സ്ലോട്ട് ഉണ്ടാവും, അല്ലാണ്ട് SATA പോർട്ടുകൾ ഉണ്ടാവും, RAM നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതൊക്കെ വാറണ്ടി വോയിഡ് ചെയ്യാതെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ട്. ആൻഡ് ഓൾസോ ഓവറോൾ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഓൾ ഇൻ വൺ PC ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു മോണിറ്റർ മാത്രം എടുത്ത് വെക്കുക, പവറിലേക്ക് കണക്ട് ചെയ്യുക, കീബോർഡും മൗസും വയർലെസ് ആണ്, വേറെ ഒരു വയറും ഇല്ല. ഈസ്തറ്റിക്കലി കാണാനും നല്ലത് തന്നെയാണ്. ഡെസ്ക് കുറച്ചുകൂടെ ക്ലീൻ ആയിരിക്കും. ഇത് തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുത്ത് നിങ്ങൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ക്ലട്ടേർഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ വയർ മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. ആൻഡ് ഓൾസോ പല ആൾക്കാർക്കും അറിയാത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഓൾ ഇൻ വൺ PCയിലുള്ള ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഇതിനകത്ത് 2 HDMI പോർട്ടുകളുണ്ടാവും. ഒരു HDMI ഇന്നും HDMI ഔട്ടും ഉണ്ടാവും. ഈ HDMI ഇൻ പോർട്ടിൻ്റെ ഗുണം എന്താ പറയുക, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പ്ലേ സ്റ്റേഷൻ ഉണ്ട്, ഒരു Xbox ഉണ്ട്, ഒരു ഗെയിമിംഗ് കൺസോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗെയിമിംഗ് കൺസോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കുത്തിയിട്ട് ആ ഒരു മോണിറ്ററിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലി തന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഗെയിമും കളിക്കാനായിട്ട് പറ്റും. ഒരു ഗെയിമിംഗ് സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ആ മോണിറ്ററിൽ നിന്ന് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോണിറ്ററിലേക്ക് സെപ്പറേറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡ്യുവൽ മോണിറ്ററൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇനി മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറയുന്നത്, ഇത് രണ്ടും അവോയ്ഡ് ചെയ്തിട്ട് ഒരു മാക്ക് മേടിച്ചാൽ പോരെ, ഒരു മാക് ബുക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഒരു മാക് മിനി മേടിച്ചാൽ പോരെ. ഒരു മാക് ബുക്ക് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 16 GB RAM ഇതേപോലെ 1 TB സ്റ്റോറേജ് ഉള്ള മാക്ക് മേടിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് 85,000 പ്രൈസിൽ കിട്ടില്ല. ഇനി അഥവാ എപ്പോഴെന്നെങ്കിലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഒപ്പിച്ചു എന്ന് വിചാരിക്കാം, അതിൻ്റെ ഒപ്പം നിങ്ങൾ മോണിറ്ററും കീബോർഡും പെരിഫറൽസും മേടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഡോങ്കിൾ വേണ്ടി വരും, കാരണം 2 സ്ലോട്ടേ ഉള്ളൂ. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുത്തി നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നിങ്ങളുടെ ബഡ്ജറ്റ് എന്തായാലും ഇതിന് മുകളിൽ പോവും. ഞാനൊരു വിൻഡോസ് ഇക്കോസിസ്റ്റം പോലെയല്ല മാക്കിൻ്റെ യൂസുകൾ വേറെയാണ്, ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ യൂസ് വേറെയാണ്, ഓൾ ഇൻ വൺ PCസിൻ്റെ യൂസ് വേറെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 2 വിൻഡോസ് മെഷീൻ മേടിക്കുന്നതിന് പകരം ഒരു മാക്ക് മേടിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പർപ്പസ് സാറ്റിസ്ഫൈ ആവണമെന്നില്ല. സോ ഓവറോൾ ഇന്ത്യയിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഉദ്ദേശം ഗെയിം കളിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ റെൻഡറിങ്, 3D ഗ്രാഫിക്സ്, 3D വർക്ക്സ്, ഇല്ലുസ്ട്രേറ്റർ പോലത്തെ വർക്കുകളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രാവലും കാര്യങ്ങളൊന്നും അധികമില്ല, വീട്ടിൽ തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഗെയിമേ കളിക്കാറില്ല, പക്ഷേ ബാക്കിയുള്ള വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, 3D
റെൻഡറിങ്, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാക്ബുക്ക് അല്ലെങ്കിൽ മാക് സ്റ്റുഡിയോ ആയിരിക്കും. ഇനി നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്, ഒരു IT പ്രൊഫഷണലാണ്, ഫ്രീലാൻസ് IT വർക്കുകൾ, കോഡിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, റിമോട്ടായിട്ട് വർക്ക് ചെയ്യണം, ബാറ്ററി ബാക്കപ്പ് ആവശ്യമുണ്ട്, ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ അധികം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് ആയിരിക്കും ഏറ്റവും ഉചിതം. ഇതൊന്നുമല്ല, നിങ്ങൾ വീട്ടിലേക്കാണ് ഒരു കമ്പ്യൂട്ടർ മേടിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും, അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, അല്ലെങ്കിൽ മോള്, വൈഫ്, എല്ലാവരും നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നുണ്ട് ഓരോരോ പരിപാടികൾക്കായിട്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് CPU, മോണിറ്ററും കീബോർഡും എല്ലാം മേടിച്ച് വയറുകളൊക്കെ കുത്തി അസംബിൾ ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ഓൾ ഇൻ വൺ PC നിങ്ങൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു PC വയറിലേക്ക് കണക്ട് ചെയ്യുക, കീബോർഡ് മൗസ് എല്ലാം വയർലെസ് ആണെങ്കിൽ ബാക്കിയുള്ള ഈ ടെക് പരമായിട്ട് അധികം അറിവില്ലാത്തവർക്ക് പോലും അത് കുറച്ചുകൂടെ ആക്സസിബിൾ ആയിരിക്കും. അവരുടെ യൂസിന് അത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ വീട്ടിലാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ സിനിമ കാണാൻ നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്, ഒരു മെയിൽ അയക്കണം, അല്ലെങ്കിൽ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണം, ഈ വക കാര്യങ്ങൾക്കെല്ലാം ദാറ്റ് വുഡ് ബി ദ ബെസ്റ്റ് ചോയ്സ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ പോയിട്ടൊരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ വീഡിയോയുടെ അടിയിൽ പോയിട്ട് എന്തിനാണ് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിക്കുന്നത്, ഒരു മാക്ക് വാങ്ങിയാൽ പോരെ ഈ പൈസയ്ക്ക്, അല്ലെങ്കിൽ മാക്കിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ പോയിട്ട് ഇതിൽ ഗെയിം പോലും കളിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്കൊരു ഗെയിമിംഗ് PC വാങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു ഓൾ ഇൻ വണ്ണിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് ഇതെന്തിനാ വാങ്ങിക്കുന്നതിൻ്റെ പോലെ ഒരു PC അസംബിൾ ചെയ്താൽ പോരെ, ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രോപ്പർ ആവശ്യം ആ പെർട്ടിക്കുലർ വീഡിയോയിൽ കാണുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ കമൻറ്റുകൾ കാരണം അവർ ചിലപ്പോൾ ശരിയാണല്ലോ എന്നാൽ പിന്നെ അങ്ങനെ ചിന്തിക്കാമല്ലേ എന്ന് ചിന്തിച്ച് അവരുടെ ആവശ്യവും കൂടി ഇല്ലാതാവും എന്ന് മാത്രം. അപ്പോൾ അത്ര ഉള്ളൊരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.